ഹലോ എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വളരെ ചുരുക്കത്തിൽ അറിയാം. അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വേഗത്തിൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അഞ്ജലിയാണ്. അപ്പോൾ അഞ്ജലി ആ പെട്ടി തുറന്ന് അതിൽ മാല നോക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ തന്നെ അഞ്ജലിയെ മുത്തശ്ശി വിളിക്കുകയാണ്. അഞ്ജലി മോളെ വേഗം ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് അഞ്ജലി വിചാരിക്കുകയാണ്, ദൈവമേ ലാവണ്യ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഒപ്പിച്ചിട്ടുണ്ടാവുക, എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുത്തശ്ശി വിളിക്കുന്നത്, എന്തായാലും അതെന്താണെന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിയാണെങ്കിൽ ലാവണ്യ ഒരുപാട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്നോട് അനുവാദം ചോദിക്കാതെ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് കയറിയത്, എൻ്റെ സാധനങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല, നിന്നോട് ആരാണ് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി നന്നായി ചീത്ത പറയുകയാണ്. അതേസമയം തന്നെ അഞ്ജലി അവിടെ വന്ന് ഇടപെടുകയാണ്. എന്താ മുത്തശ്ശി, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ്, ഞാൻ എൻ്റെ കയ്യെത്തുന്ന സ്ഥലങ്ങളിൽ ഓരോ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂം എത്രത്തോളം നീറ്റായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. എൻ്റെ കയ്യെത്തുന്ന പാകത്തിന് എൻ്റെ മരുന്നും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുക്കും ചുട്ടിയോടുകൂടി വെച്ചിരുന്നു. എങ്കിൽ ഈ പെൺകൊച്ച് വന്നിട്ട് എൻ്റെ റൂം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇടുകയും അതുപോലെ തന്നെ എൻ്റെ മരുന്ന് പോലും ഇപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല എന്ന് പറയുകയാണ്. അതേസമയം തന്നെ അഞ്ജലി പറയുകയാണ്, മുത്തശ്ശി എന്തെങ്കിലും ആവട്ടെ അത് വിട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് മുത്തശ്ശിയോട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അഞ്ജലി പറയുന്നൊന്നും കേൾക്കുന്നില്ല. മുത്തശ്ശി പറയുകയാണ്, എനിക്ക് ഇപ്പം തന്നെ എൻ്റെ മരുന്ന് ആവശ്യമാണ്, എനിക്ക് ആ മരുന്ന് കണ്ടുപിടിച്ച് തന്നേക്കണം എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അഞ്ജലി പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചോളാമെന്ന് പറയുകയാണ്. അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ്, ഇനിയിപ്പോൾ ഇവിടെ നീ ക്ലീൻ ചെയ്യേണ്ട, ഇവിടെ ആരാണോ വൃത്തികേടാക്കി വെച്ചത് അവർ തന്നെ ക്ലീൻ ചെയ്താൽ മതി, ലാവണ്യ തന്നെ ക്ലീൻ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അതേസമയം തന്നെ അഞ്ജലി ഇടപെട്ട് ഒരുപാട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അടുക്കുന്നില്ല. അതേസമയം തന്നെ ശ്രുതി പറയുകയാണ്, മുത്തശ്ശി ലാവണ്യ മേഡത്തെ ചീത്ത പറയരുത്, ഞാനാണ് ലാവണ്യ മേഡത്തോട് പറഞ്ഞത്, മുത്തശ്ശിയുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഓരോ സാധനങ്ങളൊക്കെ മാറ്റി അടുക്കും ചിട്ടയോടുകൂടി വെക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡത്തെ അടുക്കും ചിട്ടയും എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആരും മേഡത്തിൻ്റെ മെക്കിട്ട് കയറണ്ടെന്ന് പറയാണ്. അതേസമയം തന്നെ ഇത് കേട്ട ലാവണ്യ ആകെ ഞെട്ടുകയാണ് കേട്ടോ. ലാവണ്യയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നുകയാണ്. കാരണം തനിക്ക് വേണ്ടിയിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ഇത്രയധികം വാദിക്കുകയും അതുപോലെ തന്നെ താൻ ചെയ്ത തെറ്റിനെ ഞാനാണ് ചെയ്തത് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ശ്രുതിയുടെ മനസ്സ് ലാവണ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ലാവണ്യയ്ക്ക് ഒരിഷ്ടം ശ്രുതിയോട് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ്, നീയോ മോളെ, നീയാണോ ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറയാണ്, എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി, ഞാൻ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് പറയണം. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയണം, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയണം. അപ്പോഴത്തേക്കും എല്ലാവരും ഇറങ്ങി പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. അതേസമയം ശ്രുതിയോട് മാത്രം നിൽക്കാനായിട്ട് മുത്തശ്ശി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ശ്രുതി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി, ശ്രുതി മാത്രമേ ഉള്ളൂ മുത്തശ്ശിയുടെ റൂമിൽ. അപ്പോഴേക്കും മുത്തശ്ശി ശ്രുതിയോട് പറയാണ്, നീ നല്ലൊരു പെൺകുട്ടിയാണെന്നാണ് ഞാൻ ഇത്രയും ദിവസം വിശ്വസിച്ചിരുന്നത്, നോണകൾക്കൊന്നും നീ കൂട്ടു നിൽക്കില്ല എന്നും ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തിനാ ലാവണ്യ ചെയ്ത തെറ്റ് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞ് സ്വയം ചുമരിലേറ്റത്, നീ എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്ന് ചോദിക്കാം കേട്ടോ. എന്തായാലും മുത്തശ്ശിക്ക് എല്ലാ കാര്യം മനസ്സിലാക്കിയപ്പോൾ തന്നെ ശ്രുതി ആകെ പതറി നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, സോറി മുത്തശ്ശി, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ്, ഇനി ഉണ്ടാവരുത്, നല്ല പെൺകുട്ടികളൊന്നും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിലും സോറി പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതേസമയം തന്നെ ശ്രുതിയെയും കാത്തുകൊണ്ട് ലാവണ്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാവണ്യ വേഗം തന്നെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയെ വിളിച്ചിട്ട് പറയുകയാണ്, കാർട്ടൂൺ ബേബി, നീ എനിക്ക് വേണ്ടിയിട്ടല്ലേ ആ കുറ്റങ്ങളൊക്കെ ഏറ്റത്, നിന്നെ എന്താ ആ മുത്തശ്ശി ഒരുപാട് ചീത്ത പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുക, അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ മേഡം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്തോരം പ്രശംസയെ കിട്ടുന്നത്, അതുപോലെ തന്നെ മേഡം എന്തെങ്കിലും തെറ്റ് കാണിച്ചാലും മേഡത്തിന് കിട്ടുന്ന ചീത്തയുടെ കുറച്ച് എനിക്ക് കിട്ടുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. അതേസമയം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അശ്വിൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതിയുടെ ഈ പ്രവൃത്തിയൊക്കെ അശ്വിന് ശ്രുതിയോടൊരു ഇഷ്ടമുണ്ടാക്കുകയാണ് കേട്ടോ. അതേസമയം ലാവണ്യ ആണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ്, ഇനി നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും, ഇനി നമുക്കിടയിൽ ഒരു വഴക്കം ഉണ്ടാവില്ല, നീ എന്നോട് നിന്ന് രക്ഷിച്ചല്ലോ, ഇനി ഞാൻ നിന്നെ കാർട്ടൂൺ ബേബി എന്ന് വിളിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുകയാണ്, നമ്മൾ ഇത്രയൊക്കെ അടുത്തില്ലേ മാഡം, ഇനി മാഡം എന്നെ കാർട്ടൂൺ ബേബിന്നോ ശ്രുതിന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, എങ്ങനെയെങ്കിലും മുത്തശ്ശിയോടെ ഇഷ്ടം പിടിച്ചു പറ്റി മാഡത്തിനെയും അശ്വിൻ സാറിനെയും ഞാൻ ഒന്നിപ്പിക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അശ്വിൻ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ലാവണ്യയ്ക്ക് ഒരു കോള് വന്നിട്ട് ലാവണ്യ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അതേസമയം തന്നെ ശ്രുതി
അശ്വിനെ കാണുന്നുണ്ട്. അവർ പരസ്പരം കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശ്വിൻ്റെ മുഖത്ത് അല്പം പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രുതി കാണുകയാണ്. അപ്പോൾ ശ്രുതി അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കവിളിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അശ്വിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആ പൊടി തുടച്ചു കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ലാവണ്യ ഓടി വന്നിട്ട് നമ്മുടെ അശ്വിൻ്റെ മുഖത്ത് ഓ ബേബി ഇത് എന്താ ഇരിക്കുന്നത്, ഞാൻ തുടച്ചുതരാമെന്നും പറഞ്ഞുകൊണ്ട് ആ പൊടി അങ്ങ് തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ എന്തോ ഒരു വേദന, എവിടെയോ എന്തോ കുത്തുന്നത് പോലെ ഫീൽ ചെയ്യുക കേട്ടോ. അങ്ങനെ ശ്രുതി എന്തായാലും അവർക്കിടയിൽ ഒരു ശല്യമാവണ്ടെന്ന് വിചാരിച്ചങ്ങ് മാറുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്യാമ അഞ്ജലിനെ വിളിക്കുകയാണ്. നീ ആ മാല ഇട്ടില്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അഞ്ജലി പറയുകയാണ്, അയ്യോ ഞാൻ ഇടാനായിട്ട് പോയ അതേ സമയത്താണ് താഴെ ഒരു പ്രശ്നം, ഇങ്ങനെ ലാവണ്യയും മുത്തശ്ശിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായതാണ് എന്നൊക്കെ പറയുകയാണ്. അതേസമയം തന്നെ ശ്യാം പറയാണ്, ഒരു കാര്യം ചെയ്യും, നീ ആ മാല എടുത്തിട്ട് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അഞ്ജലി മാല തപ്പുമ്പോൾ മാലയില്ല. അപ്പോഴത്തേക്കും ശ്യാമിനോട് അഞ്ജലി പറയുക, അയ്യോ ശ്യാമേട്ട എൻ്റെ കയ്യിൽ മാല കാണുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും മാല എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെല്ലായിടത്തും വന്ന് പറയുകയാണ്, ഇങ്ങനെ മാല കാണുന്നില്ല എന്ന് പറയാണ്. അതേസമയം തന്നെ മനോരമ പതിയെ ഇങ്ങനെ ശ്രുതിയുടെ മേലെ തെറ്റ് വരുന്ന രീതിക്ക്, അതായത് ഞാൻ അഞ്ജലി മോളുടെ റൂമിലൊന്നും കയറാറില്ല, ഇവിടുന്ന് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അഞ്ജലിയുടെ മാല എടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും ലാവണ്യയും ശ്രുതിയും ഒരേ സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് ആ സൈഡിലേക്ക് നോക്കിയാണ് നമ്മുടെ മനോരമ ഇങ്ങനെ കൊള്ളിച്ച് പറയുന്നത്. അതേസമയം തന്നെ ലാവണ്യ ചോദിക്കുന്നുണ്ട് മനോരമയുടെ അടുത്ത്, ആൻറ്റി എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മനോരമ പറയണം, മോളെ അല്ല ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആളെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു രാമേട്ടനുണ്ട്, രാമേട്ടൻ ഒരിക്കലും ഇതൊന്നും ചെയ്യില്ല, പിന്നെ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഒരേ ഒരാളാണ്, അയാളായിരിക്കുള്ളൂ ഇതൊക്കെ ചെയ്തിരിക്കുക എന്നിങ്ങനെ അഞ്ജലി നമ്മുടെ ശ്രുതിയെ അർത്ഥം വെച്ചിട്ട് മനോരമ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി മനോരമയോട് പറയണം, ആൻറ്റി എന്നെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഒരു കാര്യം ചെയ്യും ആൻറ്റി, എൻ്റെ കയ്യിലുള്ള ബാഗൊക്കെ ആൻറ്റി പരിശോധിച്ചു, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും അഞ്ജലി പറയണം, അയ്യോ ശ്രുതി അങ്ങനെ ചെയ്യണ്ട, ഞാൻ എവിടെയെങ്കിലും മറന്നു വെച്ചതായിരിക്കും എന്ന് പറയാണ്. ശ്രുതിനെ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല എന്ന് പറയണം. ലാവണ്യം പറയാണ്, ഒരിക്കലും ശ്രുതി അങ്ങനെ ചെയ്യില്ല എന്ന് പറയണം. അതേസമയം തന്നെ മനോരമ പറയണേ, ഈ കാർട്ടൂൺ ബേബിക്ക് സൈഡല്ല നീ ഇപ്പോൾ നിൽക്കേണ്ടത്, എനിക്കാണ്, എന്തായാലും ശ്രുതിയുടെ ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ ശ്രുതിയുടെ ബാഗിലുള്ള ഓരോ സാധനങ്ങളും എടുത്ത് നിലത്തോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ കടലമിഠായി, അതുപോലെ തന്നെ കടലപ്പൊടി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനോരമയാണെങ്കിൽ ശ്രുതിനെ കളിയാക്കുന്നുമുണ്ട്. അങ്ങനെ എടുത്തിട്ട് അവസാനം ഒരു പട്ടിൽ പൊതിഞ്ഞ ഒരു സംഭവം കൂടെ പുറത്തേക്ക് വരികയാണ്. ശ്രുതിക്ക് അത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. ശ്രുതി അന്താളിപ്പിൽ നിൽക്കുകയാണ്. അതേസമയം തന്നെ മനോരമ പറയണേ, ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ ഇവള് തന്നെയായിരിക്കും എടുത്തതെന്ന്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയണം കേട്ടോ. അതേസമയം തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. അപ്പോൾ ശ്യാം മനസ്സിൽ വിചാരിക്കണേ, ഇപ്പം എന്തായാലും ശ്രുതിനെ പിടിച്ചിട്ടുണ്ടാവും, എന്തായാലും ശ്രുതിയുടെ ജോലി പോയത് തന്നെ, എന്നോട് ക്ഷമിക്ക് ശ്രുതി, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, പക്ഷെ വേറൊരു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ ശ്യാം ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് അമ്മായി അവിടേക്ക് കടന്നു വരുന്നത്. അമ്മായി പറയുക, പുറത്ത് എന്തൊരു വെയിലാ മോനെ, നടന്ന് കുഴഞ്ഞു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ശ്യാം പറയാണ്, അമ്മായി എന്തിനാ അമ്മായി ഇങ്ങനെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് പോയത്, ഞാൻ മേടിച്ചു തരില്ലായിരുന്നോ, എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോഴേക്കും അമ്മായി പറയാണ്, എൻ്റെ പൊന്ന് ശ്യാമോനെ, നിന്നെ എങ്ങനെയാണോ ഇത് ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കാൻ, നീ ഇപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടെന്ന് നോക്കിയാണ്. അതേസമയം തന്നെ ശ്യാമിൻ്റെ മുഖത്ത് സന്തോഷം കണ്ട അമ്മായി ചോദിക്കുകയാണ്, അല്ല മോനെ നിൻ്റെ മുഖത്തെന്താ ഇന്ന് വല്ലാത്തൊരു സന്തോഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ശ്യാം പറയണേ, എന്തോ അറിയില്ല അമ്മായി, എനിക്കിപ്പോൾ എന്തോ വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്, അമ്മായിക്ക് ഞാൻ നാരങ്ങ വെള്ളവും ജിലേബി എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അമ്മായി ചോദിക്കുകയാണ്, അല്ല നീ ജിലേബി ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? ഞാൻ ശ്രുതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജിലേബി ഉണ്ടാക്കാൻ പഠിച്ചതെന്നൊക്കെ പറയാന്. അപ്പോഴേക്കും അമ്മായി പറയാണ്, ആഹാ എങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അങ്ങ് പോവാട്ടോ. അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി ആ പൊട്ടൽ പൊതിഞ്ഞ സാധനം ശ്രുതിയുടെ ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്തു വെക്കുകയാണല്ലോ. ശ്രുതിയും ആകെ അന്താളിപ്പിലോടുകൂടി നിൽക്കുന്നു, അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവരും. ഇനിയിപ്പോൾ ശ്രുതിനെ തെറ്റിദ്ധരിക്കുകയാണ് എല്ലാവരും, ഈ ശ്രുതിയാണ് ഇതെടുത്തതെന്നുള്ളൊരു തെറ്റിദ്ധാരണ ശ്രുതിയുടെ മേലെ എല്ലാവർക്കും വരിക കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കോർത്തിണക്കി കൊണ്ട് ഒരു അടിപൊളി എപ്പിസോഡാണ് വന്നിരിക്കുന്നത് കേട്ടോ.